മിഥില സെബാസ്റ്റ്യൻ സൈലത്തിലെ റിപ്പീറ്റർ സ്റ്റുഡന്റ് ആണ്. സൂര്യൻ കണ്ണുകൾ തലോടിമല്ലേ ഉള്ളുമൂടുമീരുട്ടിൽ നേർത്തവട്ടം തൂകുന്നതെന്നോ. സൈലത്തില് ഹൈബ്രിഡ് ആണെന്ന് അറിയാലോ. ഈ ഹൈബ്രിഡ് എന്ന് കേട്ടപ്പോ നിങ്ങളെ പോലെ ഞാനും കൺഫ്യൂസ്ഡ് ആയിരുന്നു. ഹൈബ്രിഡിൽ ഫസ്റ്റ് ഡേ ഓൺലൈൻ ക്ലാസ് ആയിരിക്കും, ഡേ സെക്കൻഡ് ആണ് ഓഫ്ലൈൻ ക്ലാസ്. ഇന്നെന്റെ ഓൺലൈൻ ഡേ ആണ്. ഹോസ്റ്റലിൽ ഇരുന്നുകൊണ്ട് തന്നെ നാളെ ക്ലാസ്സിൽ പഠിപ്പിക്കാൻ പോകുന്ന ചാപ്റ്റേഴ്സ് ഇന്ന് ആപ്പിൽ ലൈവ് ആയിട്ടും പിന്നെ റെക്കോർഡ് ക്ലാസ് ആയിട്ടും കിട്ടും. അങ്ങനെ പഠിക്കുമ്പോൾ ഉപയോഗിക്കാനാണ് ഈ കളർഫുൾ DPP. പ്രീവിയസ് ഇയറിലെ ഹാൻഡ് പിക്ക് ക്വസ്റ്റ്യൻസ് ആണ് DPPയിലൂടെ തരുന്നത്. പഠിക്കുമ്പോൾ എന്തായാലും സംശയങ്ങൾ ഉണ്ടാവും. ഓൺലൈൻ ഡേയിൽ ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്യാൻ 3 വഴികളാണുള്ളത്. ഒന്ന്, നമുക്ക് AI ഗുരു ഉപയോഗിക്കാം. മറ്റൊന്ന്, ഹോസ്റ്റലിൽ വരുന്ന ഫാക്കൽറ്റിയോട് സംശയങ്ങൾ തീർക്കാം. മൂന്നാമതായി ലൈവ് ക്ലാസ്സിലൂടെ നമുക്ക് നമ്മളുടെ ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്യാൻ സാധിക്കും. കുറേ നേരം പഠിക്കുമ്പോൾ കുറച്ച് സ്ട്രെസ് ഒക്കെ ഉണ്ടാവും. അപ്പൊ ഇതേപോലെ കുറച്ച് റിലാക്സ്ഡും ആവാം. ഓൺലൈൻ ഡേയുടെ പ്രധാന ബെനിഫിറ്റ് എന്താണെന്ന് അറിയോ? സെൽഫ് പ്രിപ്പറേഷന് ഒരുപാട് സമയം കിട്ടും. ഡേ സെക്കൻഡ്, ഇന്ന് ഓഫ്ലൈൻ ക്ലാസ് ആണ്. ക്ലാസ്സിൽ ആദ്യം തന്നെ ഒരു എക്സാം ആണ്, DTS അഥവാ ഡെയിലി ടെസ്റ്റ് സീരീസ്. ഇന്നലെ ഓൺലൈൻ ക്ലാസ്സിൽ പഠിച്ച ചാപ്റ്ററിനെ ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഈ എക്സാമിൽ ഉണ്ടാവുന്നത്. നമ്മൾ എന്തൊക്കെ പഠിച്ചു, പ്രോബ്ലംസ് ഒക്കെ ചെയ്യാൻ കഴിയുന്നുണ്ടോ എന്നൊക്കെ ഈ എക്സാമിലൂടെ നമുക്ക് മനസ്സിലാവും. റിസൾട്ട്സ് ഒക്കെ ഇന്ന് തന്നെ കിട്ടും കേട്ടോ. ഇനി ഓഫ്ലൈൻ ക്ലാസ് ആണ്. ഇന്നലെ പഠിച്ച അതേ വിഷയം ഒന്നുകൂടി പഠിപ്പിക്കും. ഇന്നലെ ഓൺലൈൻ ക്ലാസ്സും റെക്കോർഡഡ് വീഡിയോ ഒക്കെ കണ്ടതുകൊണ്ട് എന്താണ് മിസ് പറയുന്നത് എന്നെനിക്കറിയാം. എന്നാലും ചില ഡൗട്ട്സ് ഒക്കെ ഉണ്ടാവും. അതിതാ അപ്പൊ തന്നെ തീർക്കും. ശരിക്കും എൻട്രൻസ് പ്രിപ്പറേഷനെ കുറിച്ച് ടഫാണ്, നല്ല സ്ട്രെസ് ഉണ്ടാവും എന്നാണ് ഞാൻ കേട്ടത്. പക്ഷേ സൈലത്തിന്റെ ഹൈബ്രിഡ് മോഡൽ പ്രിപ്പറേഷൻ സ്ട്രെസ് ഇല്ലാതെ റിലാക്സ്ഡ് ആയി പഠിക്കാം. ഹൈബ്രിഡിലെ മിനി മാർട്ടിൽ നമുക്ക് വേണ്ടതെല്ലാം ഉണ്ടാവും കേട്ടോ. അതിനു വേണ്ടി ഇനി പുറത്തു പോകേണ്ടതില്ല. രാവിലെ 8:30 തുടങ്ങിയ ക്ലാസ് 5:30 കഴിയും. ഇനി നേരെ ഹോസ്റ്റലിലേക്ക്. ഇതാണ് ഹൈബ്രിഡ് ക്യാമ്പസിലെ എന്റെ ഒരു ദിവസം. ഇനി നിങ്ങൾ എന്തിനാ വൈകിക്കുന്നേ?